പോസ്റ്റ് ഡെലിവറി പീരീഡില് പിന്നെ അല്ലാതെ തന്നെ ഹെയർ ഫോൾ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ആൾക്കാര് ഇന്ന് വളരെ ചുരുക്കമായിരിക്കും. പോസ്റ്റ് ഡെലിവറി പീരീഡിലുള്ള ഹെയർ ഫോളിന്റെ റീസൺ എന്താണ്? അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് നമ്മളെ കൺട്രോളിലുള്ള കാര്യമാണോ? പിന്നെ അത് എല്ലാവർക്കും ഉണ്ടാകുമോ? അത് നോർമലാണോ? ഇങ്ങനത്തെയൊക്കെ ഡൗട്ട് എല്ലാവർക്കും വരില്ലേ? എനിക്കും വന്നിരുന്നു. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷനും ഇതിനൊക്കെയുള്ള റീസണും പിന്നെ ഇതെന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ കുറച്ച് ടിപ്സ്, ട്രിക്സ് ആൻഡ് ഞാന് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ പോസ്റ്റ് ഡെലിവറി പീരീഡിലുള്ള ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ അത് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ഡെലിവറി നമ്മളെ ബോഡിയിൽ കുറേ ഹോർമോൺസിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഹോർമോണൽ ചേഞ്ചസ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ദ ആൻസർ ഇസ് നോ. ബട്ട് നമുക്ക് ഇതൊരു ലിമിറ്റ് വരെ ക്യൂർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറേ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്താൽ തന്നെ ഇതിനും ഒരു ചേഞ്ച് ആവുന്നതാണ്. അതിലൊന്നാണ് നമ്മുടെ ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ്. എപ്പോഴും തടി കുറയാൻ വേണ്ടി ഡയറ്റ് എടുക്കുന്ന ടൈമിൽ അത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനെയൊക്കെ നല്ലപോലെ ബാധിക്കും. കാരണം അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹെയർ ഫോള് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഹെയറിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിയും. കാരണം അതിൽ നമുക്ക് നോക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ പുറത്ത് ഹെയറിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിൾ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യേണ്ടത് ഫുഡ് ഐറ്റംസിൽ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറഞ്ഞാൽ നമ്പർ 1 എഗ്ഗ്സ് ആണ്. എഗ്ഗിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. കൊളാജൻ ആണ് നമ്മുടെ ഹെയർ ഗ്രോത്ത്, ഹെയർ സ്ട്രെങ്തനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ സീഡ്സും നട്ട്സും. സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പംകിൻ സീഡ്സ്, പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, അതിലൊക്കെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എപ്പോഴും ഹെയറിന് ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ കൊണ്ടുവന്നിട്ട് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ തിക്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ വാൾനട്ട്, ആൽമണ്ട്സ്, അതൊക്കെയാണ് നട്ട്സിൽ ഹെയറിന് നല്ലപോലെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന നട്ട്സ്. അതിൽ സിങ്ക് ഒക്കെ ഉണ്ട്. സിങ്ക് ഒക്കെ ഹെയർ ഗ്രോത്തിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസിൽ വൈറ്റമിൻ എ, കെരാറ്റിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എ, കെരാറ്റിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പുറത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഉള്ളിലേക്ക് കെരാറ്റിനൊക്കെ കിട്ടുമ്പോൾ അത് സ്കാൽപ്പ് സർക്കുലേഷനും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കും. പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, ലെമൺ, മുസംബി, ഓറഞ്ച്, ബെറീസ്, അതിലൊക്കെ. അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പത്തിന് ലാഗ് എണീറ്റപ്പോൾ അവിടെ പോയതാണ്. അത് കൊളാജൻ സിന്തസൈസ് ചെയ്യണത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ സ്കാൽപ്പ് സർക്കുലേഷനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവോക്കാഡോസ് ബട്ടർ ഉണ്ടല്ലോ, അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. അത് ഹെയർ ഡാമേജിൽ നിന്നൊക്കെ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പുറമെ കൊടുക്കുന്ന പോലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തന്നെയാണ് നമുക്ക് ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യേണ്ട ഫുഡ് ഐറ്റംസും. പ്രോപ്പർ ഡയറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പുറമെ നമ്മൾ എപ്പോഴും ഓരോ ഹെയറിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പുള്ളവർക്കും അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പുള്ളവർക്കും ഒരുപോലെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എൻ്റേതൊരു ഓയിലി സ്കാൽപ്പ്, ലൈക്ക് നല്ല ഡ്രൈ അല്ല, അങ്ങനെ ഒരു സ്കാൽപ്പാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഒരു ഹെയർ ഓയിലുണ്ട്. അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളെ നല്ലപോലെ നെല്ലിക്ക ഒക്കെ ഉണ്ടല്ലോ, നെല്ലിക്ക കഴിക്കുക, ഡെയിലി കൺസ്യൂം ചെയ്യണതൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഹെയർ ഗ്രോത്തിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പൊടിയൊക്കെ സ്കാൽപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ എപ്പോഴും പോഴ്സിനൊക്കെ പൊടിയൊക്കെ വന്നിട്ട് അത് അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ ഹെയർ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കുക. അതൊക്കെയാണ് ഹെയറിന്. ഓവർ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് അത് ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്തിട്ട് ലൈക്ക് ക്യാപ്സ്യൂൾസ്, അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നാണ്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല. ഇത് ഞാൻ ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. കാരണം എനിക്ക് അത്രയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ 2-3 ആളെ മാറ്റി കണ്ടിട്ട് സെയിം ഒപ്പീനിയൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം അത് ഞാൻ ഷെയർ ചെയ്യാന്നുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും ബോഡിയിൽ ഫ്ലക്ച്വേഷൻസ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ
ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണത് നല്ലതായിരിക്കും. ബ്ലഡ് ടെസ്റ്റില് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നത് ഹെയർ ഫോൾ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ D3 ഹെയർ ഫോളും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. വൈറ്റമിൻ D3 കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ സപ്ലിമെന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹെയർ ഫോളിനെ ഒരു ലിമിറ്റ് വരെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത വല്ല സെറം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ ആയത് കാരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓയിലുണ്ട്. അതെന്നെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഓരോന്നോരോന്ന് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ മൈലാഞ്ചിൻ്റെ ഇലയാണ്. കയ്യിലൊക്കെ ഇങ്ങനെ അരച്ചിടാറുണ്ടല്ലോ ആ മൈലാഞ്ചിൻ്റെ ഇല. പിന്നെ ബ്രഹ്മയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കണ ബ്രഹ്മയില്ലേ, ആ ബ്രഹ്മയാണോ ഇതെന്ന് എനിക്കറിയില്ല. ബ്രഹ്മി പറഞ്ഞിട്ടൊരു എന്താ ലീഫാണ്. പിന്നെ കഞ്ഞുണ്ണി. ഇതൊക്കെ ഇങ്ങനെ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ്. പിന്നെ നെല്ലിക്ക, പച്ചനെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കയ്പം വേപ്പ് എടുത്തിട്ടുണ്ട്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തുളസി. തുളസിൻ്റെ ഈ കതിര് കളയണം, ലീവ്സ് മാത്രം മതി. ഇനി വേണ്ടത് ചെമ്പരത്തിൻ്റെ പൂവും മുട്ടും എടുക്കുന്നുണ്ട്. ഇനി മുക്കുറ്റിയാണിത്. മുക്കുറ്റി അതിൻ്റെ ഫ്ലവറും അതിൻ്റെ ലീവ്സും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേരും നല്ലതാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ഇത് റോസ്മേരിൻ്റെ ലീവ്സാണ്. റോസ്മേരിൻ്റെ ഈ ലീവ്സ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. റോസ്മേരിൻ്റെ വാട്ടർ സ്പ്രേ പിന്നെ അതുപോലെ എസെൻഷ്യൽ ഓയിലൊക്കെ ഇപ്പോൾ ഹെയർ ഫോളിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറേ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ ലീവ്സ് വാങ്ങിച്ചതാണ്. പിന്നെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക മക്കൾക്കൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമല്ലോ, ആ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ, അലോവേറ. പിന്നുള്ളത് ഉലുവയാണ്. ഉലുവ പിന്നെ അരക്കൊന്നും ചെയ്യൂല, അത് അങ്ങനെ തന്നെ ഓയിലിൽ ഇടുകയാണ് ചെയ്യുക. കറ്റാർവാഴ വാഷ് ചെയ്തിട്ട് അതൊരു എന്താ ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും ഇങ്ങനെ കുത്തി വെക്കണം. അതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ യെല്ലോ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതൊരു പോയിസൺ ആണ്. അത് നമുക്ക് ഫേസിലും ഹെയറിലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പോണ വരെ അതങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും മുള്ളും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നെല്ലിക്ക അതുപോലെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. തുളസിൻ്റെ ആ പൂവ് അല്ലെങ്കിൽ ആ കതിര് എന്നൊക്കെ പറയുമല്ലോ, അതും കളയണം. ഇനി ബാക്കിയൊന്നും ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് മിക്സീൻ്റെ ബ്ലെൻഡറിൽ എടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ മെൻഷൻ ചെയ്യണില്ല, എല്ലാം ഇങ്ങനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഉലുവ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉലുവ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ എല്ലാം ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അത് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഈ അരച്ച് വെച്ചത് അതിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലോണം ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ അരച്ച് വെച്ചത് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ട്. ഇത് ഇനി പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലൈക്ക് അരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഈ വേരും ഇതൊന്നും പെടാതെ നേരെ കിട്ടും, ക്ലീനായി കിട്ടും. ഇത് ഞാൻ ലാസ്റ്റാണ് അരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 3 ലിറ്റർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു കപ്പിൽ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഒരു ബോട്ടിൽ മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അത് നല്ലപോലെ തിളച്ച് നല്ലപോലെ മൂപ്പായി വരണം. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചാൽ ഇതാ ഇതുപോലെയാണ് കിട്ടുക. ഇനി ബാക്കിയുള്ളത് ഒരു കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിഴിയിൽ നിന്ന് ഇനി ഇങ്ങനെ ഓയിൽ ഇതിൻ്റെ അടിയിലുള്ള ഈ പാത്രത്തിൽ ഇങ്ങനെ വന്നതാവും. അങ്ങനെ കംപ്ലീറ്റ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ
ഈ ഒരു ഓയിലാണ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ വന്നത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല ഹെൽപ്ഫുൾ ആണ്. അത്യാവശ്യം ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡയറ്റും പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഈ ഒരു ഓയിൽ തേച്ചൊന്ന് കെട്ടിയിട്ട് പിന്നെ ഇത് എനിക്ക് റിസൾട്ട് ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ പിന്നെ അതുപോലെ ഹെയർ സ്കാൽപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കാൽപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനെ പറ്റിയ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നല്ല തണുപ്പുള്ള ഐറ്റംസ് ഉണ്ടാവും. അത് ചിലർക്ക് തലവേദന ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിൻ്റെ പകരം വേറെ എന്തെങ്കിലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെ എണ്ണ ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്ത് കൂടുതലാണ്, ബട്ട് എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് ഹെൽപ്ഫുൾ ആവും എല്ലാവർക്കും. കാരണം ഹെയർ ഫോൾ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ആൾക്കാർ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ ഫോൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.